നമുക്ക് കാണാൻ സാധിക്കും. ഏതുപോലെ? ഒന്ന്, അള്ളാഹുവിന് 7 സിഫത്തുകളാണുള്ളത്. സബ്ഉ സിഫാത്ത് എന്നുള്ള നിലക്കാണ് ഇവർ അംഗീകരിക്കുന്നത്. എന്നാൽ വിശുദ്ധ ഖുർആൻ പറയുന്നത് 7 സിഫത്തുകളല്ല, 7 വിശേഷണങ്ങളല്ല. അള്ളാഹു അവനെ വിശേഷിപ്പിച്ച സകല വിശേഷണങ്ങളും അവൻ്റെതായി വന്ന സകല നാമങ്ങളും അത് നാം വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യണം. 7ൽ പരിമിതപ്പെടുത്തുന്നത് തെറ്റാണ്. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിന് ഇല്ലാത്ത വിശേഷണം അവർ വകവെച്ചു കൊടുത്തു, സ്ഥാപിച്ചു എന്നതാണ്. പാടില്ല. അള്ളാഹുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു അതുപോലെ വിശേഷിപ്പിക്കണം. നമുക്ക് അതല്ലാത്ത വിശേഷണം അവന് നൽകാൻ അവകാശമില്ല. അള്ളാഹു ഖദീമാണ് എന്നാണ് അവർ വിശ്വസിക്കുന്നത്. അള്ളാഹു മൗജൂദുൻ ഖദീമുൻ ബാഖി എന്ന് തുടങ്ങിക്കൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങൾ പ്രതിപാദിക്കുന്നിടത്ത് അവൻ ഖദീമാണ്. ഖദീം എന്ന് പറഞ്ഞാൽ ഓൾഡ്, പഴയത് എന്നാണ് അർത്ഥം. അള്ളാഹു പഴയതാണ് എന്ന് പറയുമ്പോൾ വാസ്തവത്തിൽ പഴയത് എന്നതൊരു നല്ല വിശേഷണമാണോ? അല്ല. ഓൾഡ് ഈസ് ഗോൾഡ് എന്നൊക്കെ പറയാറുണ്ടെങ്കിലും അതൊന്നും ശരിയല്ല. ഈ ഷർട്ട് പഴയതാണ്, ആ പേന പഴയതാണ്, ഈ ഭക്ഷണം പഴയതാണ്, ആ വീട് പഴയതാണ് എന്നൊക്കെ പറഞ്ഞാൽ അതൊരു നല്ല വിശേഷണമായി ആരും അംഗീകരിക്കാറില്ല. പിന്നെ ഒരു വ്യാഖ്യാനം നൽകുന്നത് പഴയത് എന്ന് പറഞ്ഞാൽ ഏറ്റവും ആദ്യമുള്ളത് എന്നാണ് എന്ന വ്യാഖ്യാനമാണ് നൽകാറുള്ളത്. വാസ്തവത്തിൽ എന്തിനാണ് ഇല്ലാത്ത 2 അർത്ഥസാധ്യതയുമുള്ള നല്ലതും അതല്ലാത്തതുമായ ആശയ സാധ്യതയുള്ള വാക്ക് ഉപയോഗിക്കുന്നത്? അള്ളാഹു അവനെ വിശേഷിപ്പിച്ചത് ഹുവൽ അവ്വലു, അവനാണൊന്നാമൻ എന്നാണ്. ആ ഒന്നാമൻ എന്ന വിശേഷണം ഇവർ നഷ്ടപ്പെടുത്തി, അതവർ സ്വീകരിക്കുന്നില്ല. പകരം ഖദീം എന്ന വിശേഷണം അവർ സ്വീകരിക്കുന്നു എന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതുകൊണ്ട് അള്ളാഹു അവനെ വിശേഷിപ്പിച്ചിട്ടില്ലാത്ത നമ്മുടെ വകയായുള്ള വിശേഷണം കൊണ്ട് അവനെ വിശേഷിപ്പിക്കൽ പാടില്ലാത്തതാണ്. നമ്മുടെ കേരളീയ സമൂഹത്തിലെ സമസ്തക്കാരായ ഭൂരിപക്ഷം വരുന്നവരെന്ന് അവകാശപ്പെടുന്നവരുടെ വിശ്വാസം അശ്അരി അഖീദയാണ് തങ്ങൾ സ്വീകരിക്കുന്നത് എന്നതാണ്. അബുൽ ഹസൻ അശ്അരിയിലേക്ക് ചേർത്തിയാണ്. വാസ്തവത്തിൽ മഹാനായ ആ പണ്ഡിതൻ തന്റെ ജീവിതത്തിൽ ഇടക്കാലത്താണ് ഈ വിശ്വാസം വെച്ച് പുലർത്തിയിരുന്നത്. ആദ്യകാലത്തൊരു മുഅ്തസിലി എന്ന ചിന്താഗതിക്കാരനാണ്. അതെന്തെന്ന് ഞാൻ ഇവിടെ വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഞാൻ സംസാരിക്കുന്നുമില്ല. അത് കഴിഞ്ഞിട്ടാണ് അള്ളാഹുവിന്റെ ഈ 7 ബുദ്ധിപരമായ സിഫാത്തുൻ അഖലിയ, ഈ 7 വിശേഷണങ്ങൾ അംഗീകരിക്കുന്ന അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത്. ആ കാലത്ത് അദ്ദേഹം പറഞ്ഞതാണ് ഇവർ അംഗീകരിക്കുന്നത്. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ആ വിശ്വാസവും തെറ്റാണെന്ന് മനസ്സിലാക്കി അദ്ദേഹത്തിന്റെ അൽ ഇബാന ഫി ഉസൂലി ദിയാന എന്ന അവസാനത്തിൽ എഴുതിയ ഗ്രന്ഥത്തിലൂടെ വിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തിലും അള്ളാഹുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു, അള്ളാഹുവിന്റെ പ്രവാചകൻ അള്ളാഹുവിനെ എങ്ങനെ വിശേഷിപ്പിച്ചു, ആ വിശേഷണങ്ങളാണ് സ്വീകരിക്കേണ്ടതെന്ന് സമർത്ഥിച്ചുകൊണ്ട്, തെളിവുകൾ നിരത്തിക്കൊണ്ട് യുക്തിയുക്തം സമർത്ഥിച്ചുകൊണ്ടുള്ള ഈ ഗ്രന്ഥത്തിലൂടെ അത് പ്രതിപാദിച്ചിട്ടുണ്ട്. പക്ഷെ അത് മനസ്സിലാക്കാതെ അദ്ദേഹം കൈയൊഴിച്ച ആ വിശ്വാസമാണ് ഇവിടെ അശ്അരി ത്വരീഖത്തുകാരെന്ന പേരിൽ കേരളത്തിലെ സമസ്തക്കാർ സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് അള്ളാഹുവിനില്ലാത്ത ഖദീം എന്ന വിശേഷണം അവർ വെച്ച് പുലർത്തുന്നത്. അവസാനമായി എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഏറ്റവും ഗുരുതരമായ വീഴ്ച സംഭവിച്ചത്, ഇതിനേക്കാളൊക്കെ അപകടകരമായിട്ടുള്ളത്, മരിച്ചുപോയ മഹാത്മാക്കളെ പറ്റി അമ്പിയാക്കളും അമ്പിയാക്കളല്ലാത്തവരും ഔലിയാക്കളെന്ന് അവർ വിശേഷിപ്പിച്ച നല്ലവരും നല്ലവരല്ലാത്തവരുമായ ആളുകള് അവർക്ക് അള്ളാഹുവിന്റെ വിശേഷണം ചാർത്തിക്കൊടുത്തു എന്നുള്ളതാണ് ഏറ്റവും ഗുരുതരമായ കുറ്റം. മരിച്ചുപോയ മുഹീദ്ദീൻ ഷെയ്ഖ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാന്മാരായതുകൊണ്ട് അവർക്ക് ജീവിതവും മരണവും സമമാണെന്ന് വിശ്വസിക്കുകയും അവർക്ക് അദൃശ്യജ്ഞാനമുണ്ടെന്ന് വിശ്വസിക്കുകയും അള്ളാഹു കാണുന്നത് പോലെ കാണുമെന്നും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുമെന്നും അള്ളാഹു അറിയുന്നത് പോലെ അറിയുമെന്നും അള്ളാഹു ചെയ്യുന്നത് പോലെ ചെയ്യുമെന്നും വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ വിശേഷണങ്ങളിൽ സൃഷ്ടികളെ പങ്കുചേർ
പുലർത്തിക്കൊണ്ട് ഗുരുതരമായ അബദ്ധത്തിലെത്തിപ്പെട്ട് ആ ഒരു ശിർക്ക് വേറെ, അതിന്റെ പുറമെ അവനോട് പ്രാർത്ഥിച്ച് അവനെ ആരാധിച്ചുകൊണ്ട് വീണ്ടും വീണ്ടും ശിർക്കിനുമേൽ ശിർക്ക്, ബഹുദൈവ ആരാധനക്കുമേൽ ബഹുദൈവ ആരാധന, വിശ്വാസപരമായ ജീർണതകൾ കുമിഞ്ഞുകൂടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദുരവസ്ഥകളില്ലാതെ നമ്മുടെ വിശ്വാസത്തെ വിമലമാക്കിക്കൊണ്ട്, നമ്മുടെ വിശ്വാസത്തെ വിശുദ്ധമാക്കിക്കൊണ്ട്, വിശുദ്ധ ഖുർആനിലൂടെ തിരുസുന്നത്തിലൂടെ നേരായ രൂപത്തില് അള്ളാഹുവിലുള്ള വിശ്വാസത്തെ മനസ്സിലാക്കി പ്രപഞ്ചത്തെ സൃഷ്ടിച്ച് പരിരക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സൃഷ്ടാവും രക്ഷിതാവും ഏകൻ, ആ സൃഷ്ടാവിനോടുള്ള കടപ്പാട് നിർവഹിക്കേണ്ടത് അവനോട് മാത്രം, ആരാധനയിലുള്ള ഏകത്വം, അവന്റെ അസ്മാഇൽ സിഫാത്തിൽ ഗുണനാമ വിശേഷണങ്ങളിൽ അവൻ ഏകൻ എന്ന ഈ 3 ഇനത്തിലുമുള്ള പ്രപഞ്ച സൃഷ്ടാവിന്റെ ഏകത്വം മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ സർവശക്തൻ അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളോട് പ്രത്യേകം ഉപദേശിച്ചുകൊണ്ട് നിങ്ങളുടെ പഠനം ഈ വിഷയത്തിൽ വളരെ കാര്യമായി ഉണ്ടാവട്ടെ എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ഞാൻ വിരാമം കുറിക്കുന്നു. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദ് വആലിഹി വസഹാബതിഹി അജ്മഈൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായ, നമ്മുടെ സ്വർഗപ്രവേശത്തിൻ്റെ നിദാനമായ വിശ്വാസ കാര്യങ്ങളിലുള്ള വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് ഇവിടെ അവതരിപ്പിച്ചിട്ടുള്ളത്. പലപ്പോഴും നമ്മൾ കേൾക്കാൻ ആഗ്രഹിക്കുന്നതോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിന് ആസ്വാദനം ഉണ്ടാക്കുന്നതോ ആയ പല സമ്മേളനങ്ങളും പരിപാടികളൊക്കെ പങ്കെടുത്തിട്ടുള്ള പലർക്കും അത്ര രുചികരമായി ചിലപ്പോൾ ഈ വിഷയങ്ങൾ ഉൾക്കൊള്ളാൻ സാധിച്ചു കൊള്ളണമെന്നില്ല. താല്പര്യക്കുറവും ചില ആളുകൾക്കെങ്കിലും അനുഭവപ്പെടുന്നുണ്ടാവാം. നമുക്ക് താല്പര്യമുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമുക്ക് ആസ്വാദനം തോന്നുന്നുണ്ടെങ്കിലും ഇല്ലെങ്കിലും, നമ്മുടെ ജീവിതത്തിൻ്റെ നിദാനമാണിത്. നാം എല്ലാവരും ചുരുങ്ങിയ ഈ ജീവിത കാലഘട്ടത്തിനിടയിൽ മരണപ്പെട്ടു പോകാനുള്ളവരാണ്. നാളെ പരലോകത്ത്, സത്യലോകത്ത് നമ്മൾ എത്തിച്ചേരുമ്പോൾ അവിടെ രക്ഷപ്പെടാനും സ്വർഗത്തിലെത്താനും നരകത്തിൻ്റെ കരാളമായ അഗ്നിയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള മാർഗങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടി MSM ഒരുക്കുന്നത്. അത് ഹൃദയപൂർവ്വം മനസ്സ് തുറന്ന് ഉൾക്കൊള്ളുവാനും സത്യമാണെന്ന് ബോധ്യപ്പെട്ടാൽ അത് സ്വീകരിക്കുവാനും നമ്മുടെ ജീവിതത്തിൽ വഴിതെറ്റാതെ മുന്നോട്ട് പോകുവാനും നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വളരെ ഗുണകാംക്ഷയോടുകൂടി സ്നേഹത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ഉച്ചയ്ക്ക് ശേഷം നമ്മൾ ഭക്ഷണത്തിനും നമസ്കാരത്തിനും പിരിയുന്നതിൻ്റെ മുമ്പ് ഒരു ചെറിയ സെഷൻ കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് ഇപ്പോൾ നമ്മൾ ഇരുന്ന അതേ ശ്രദ്ധയോടുകൂടി തന്നെ ആ ഒരു സെഷനെ നിങ്ങൾ മനസ്സിലാക്കണം. ഈ വിഷയത്തിൻ്റെ തുടർച്ച എന്നുള്ള നിലക്ക് ആരാധനക്കർഹനായ അള്ളാഹു എന്ന വിഷയം അവതരിപ്പിക്കുന്നത് ബഹുമാന്യ പ്രഭാഷകൻ അബ്ദുറഹ്മാൻ ഫാറൂഖി അവർകളാണ്. അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. നമ്മൾ ഒരുമിച്ച് നിർദ്ദേശങ്ങളും മറ്റും ലഭിക്കുന്നതിൻ്റെ അനുസരിച്ച് കൊണ്ട് തന്നെ നമുക്ക് ഇൻ്റർവെൽ ലഞ്ച് ബ്രേക്ക് ലഭിക്കും. നമസ്കാരം കഴിഞ്ഞ് നമസ്കാരത്തിനും ഭക്ഷണത്തിനുമുള്ള സൗകര്യങ്ങൾ ഇവിടെ വിശദീകരിക്കും. അത് പൂർണ്ണമായി ഉൾക്കൊണ്ട് ഈ ഒരു സദസ്സിൻ്റെ ഗാംഭീര്യം മനസ്സിലാക്കി ഇവിടെ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾക്കനുസൃതമായി കൊണ്ട് മാത്രമേ നമ്മൾ ഓരോരുത്തരും ചലിക്കുകയുള്ളൂ എന്ന് തീരുമാനിക്കുക. നിങ്ങൾ കാണിക്കുന്ന ക്ഷമക്ക്, നിങ്ങൾ കാണിക്കുന്ന മഹാമനസ്കതയ്ക്ക് അങ്ങേയറ്റം നന്ദിയുണ്ട്. അള്ളാഹു അതെല്ലാം നമുക്ക് പ്രതിഫലമായി സ്വർഗത്തിലുള്ള ഇരിപ്പിടമായി തിരിച്ചു തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരാധനക്കർഹനായ അള്ളാഹു എന്ന ലഘുഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ബഹുമാന്യ പണ്ഡിതൻ അബ്ദുറഹ്മാൻ ഫാറൂഖി അവർകളെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. السلام عليكم ورحمة الله وبركاته. الحمد لله الواحد القهار والعزيز الجبار مكبر الليل والنهار تبصرة لأولي القلوب والأبصار، والصلاة والسلام على النبي المصطفى المختار وعلى آله وصحبه الأبرار. أيها الناس اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. سعادة الشيخ سليمان بن إبراهيم المسعود, ആദരണീയനായ പണ്ഡിത ശ്രേഷ്ഠൻ അബ്ദുറഹ്മാൻ സലഫി, സാബിർ നവാസ്, ഹാരിസ് ബിൻ സലീം, മറ്റ് MSMൻ്റെ നേതാക്കളെ, സഹപ്രവർത്തകരെ, സൂചിപ്പിക്കപ്പെട്ട പോലെ പ്രൊഫഷണൽ വിദ്യാർത്ഥികളെ വിളിച്ചു വരുത്തി ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഉദ്ദേശ്യം വിശദീകരിക്കപ്പെടുകയുണ്ടായി. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വിവരം
നമ്മുടെ ദൈവത്തെക്കുറിച്ച് ശരിയായ വിവരം ലഭിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഈ വിവരം നിങ്ങൾക്ക് നൽകുന്നതിലൂടെ നീന്താൻ പഠിപ്പിക്കുകയാണ് MSM ചെയ്യുന്നത്.